Yes, also good morning. Good morning, sir. Yes, good morning. You are the first. എന്തൊക്കെയുണ്ട് ആർസോ വിശേഷം? സുഖം സർ, സുഖമായിട്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെയാണ് ഇപ്പൊ? ഇപ്പം അബ്രോഡാണ്, ദുബായിലാണ്. ഹസ്ബൻഡ് അടുത്ത് വന്നു. അവിടെ ഇപ്പൊ എത്ര സമയമായി? 9 മണി സർ. 9 മണി. അപ്പൊ 1.5 മണിക്കൂറിൽ വ്യത്യാസം ഉണ്ടല്ലേ? 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട് സർ. അപ്പൊ എ എന്ന് പേരുള്ളവരൊക്കെ വരുന്നുണ്ട്. ആർസു വന്നു, തൊട്ടുപുറയിൽ ആരതി വന്നു. ആരതി, ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ആരെയും കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആർസു പറയുകയും ചെയ്തു, ആര് വന്നില്ലെങ്കിലും ആരതി വരും സാറേ. യെസ്, അപ്പോ അതാണ് ആർസുവിന് ആരതിയെ കുറിച്ചുള്ള വിശ്വാസം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ MT30 ഈ മാസം അവസാനിക്കുന്നു. MT14 അടുത്ത മാസം അവസാനിക്കുന്നു. യെസ്, എന്നാ ക്ലാസ്സുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആരതി. അതെ സർ. തീരട്ടെ അല്ലേ? യെസ്, വെരി ഗുഡ്. രണ്ടുപേരുള്ളല്ലേ? വരൂ, ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? യെസ്, അടുത്ത എ ആർസു, ആരതി, ഐഷ. വെരി ഗുഡ്. Good morning, sir. യെസ്, വിദ്യ, ഗുഡ് മോർണിംഗ്. ഐഷ, ഗുഡ് മോർണിംഗ്. Sir, good morning. യെസ്, നർമ്മിത, ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ ആരെയും കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. വരുമെന്നറിയാം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലില്ലേ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. കേട്ടിട്ടുണ്ടോ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. യെസ്, അതായത് ലേറ്റ് ആയിട്ട് വരുന്നതാണ് വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ വന്നല്ലോ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇംഗ്ലീഷിൽ ഒരു സേയിങ്സ് ആണ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ വൈകി ചെല്ലുകയാണെങ്കിൽ ഈ സാധനം ആദ്യം എടുത്തായിട്ട് ചോളണം. വൈകിച്ചെന്നതിന് ചീത്ത പറയാൻ നിൽക്കിയിരിക്കുമല്ലോ അവര്. അപ്പോ ആദ്യം തന്നെ ഈ സാധനം അങ്ങോട്ട് പറയണം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വരണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അല്പം താമസിച്ചായാലും വരുന്നതാണല്ലോ, വരാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്നാണ് പറയാം. ഓക്കെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഓക്കെ വിദ്യ. യെസ്, അപ്പോ പ്രയർ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ഞാൻ പാടാനൊന്നും അറിഞ്ഞോട്ടെ, ഒരു സ്പീച്ച് രൂപത്തിൽ പറയാം. യെസ്, മതി. Dear Lord, we thank you for this new day and for the chance to learn and grow. Please guide us in our studies, help us understand what we learn, and give us the wisdom to use it well. May we be kind to our classmates and respectful to our teachers. Help us focus and do our best in all we do today. Thank you, sir. യെസ്, ഒരു വെടിക്കെട്ട് ഐറ്റം കയ്യിൽ ഉണ്ടായിട്ടാണ് ആരതി മിണ്ടാതിരുന്നത്. അടിപൊളിയായിട്ടില്ല. ഡിയർ ഗോഡ്, ദൈവത്തെ പോലും വളരെ സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്, പ്രിയപ്പെട്ട ദൈവം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Sir, signing. Okay, signing on. Okay, Darbida, you can. Okay, I'm going to tell a small story. Yes. The honest woodcutter. Once upon a time, there was a poor woodcutter. One day, while cutting wood near a river, his axe fell into the water. He became very sad. Suddenly, a fairy appeared and offered to help him.
She brought a new golden axe and asked, "Is this yours?" The woodcutter said, "No." Then she showed a silver axe. He again said, "No." Finally, she brought his old iron axe. The woodcutter happily said, "Yes, this is mine." The fairy was pleased with his honesty and rewarded him with all 3 axes. The moral of the story: honesty is the best policy. Thank you, sir. ഓക്കെ ഓക്കെ നന്ദിതക്ക് സൗണ്ട് മോഡുലേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ടാലന്റ് ഉണ്ട്. യെസ്, വിജയിക്കോട്ടെ. Okay, sir. Thank you, sir. അതുണ്ട്. ഓക്കെ, ആ ഒരു ടാലന്റ് കിടപ്പുണ്ട്. യെസ്, പറ്റിയ ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അത് പുള്ളി ശരിയായിരിക്കും. ഓക്കെ, thought of the day. Thought of the day. Good morning, Okay. everyone. You can't have a positive life with a negative mind. Yes, be positive always. അല്ലേ? Yes, sir. Be positive always. അത് മതി. Be positive. Yes, സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. യെസ്, ഞാൻ ഇന്നലെ ഒരാളെ വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു. അപ്പൊ അദ്ദേഹവുമായിട്ട് ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പഴയകാല ഓർമ്മകളിൽ നിന്ന് ഒരു 4-5 പേരെ കുറിച്ച് പറഞ്ഞു. എല്ലാവരെ കുറിച്ചും പുള്ളി നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് പോരാൻ നേരത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവരെ കുറിച്ചും താങ്കൾ പറഞ്ഞ നെഗറ്റീവ് വാചകങ്ങളാണ്. പഴയകാല സുഹൃത്തുക്കളെ എല്ലാം ഒരു പോസിറ്റീവായ ഒരു കാര്യവും പറഞ്ഞില്ല, എല്ലാം നെഗറ്റീവാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ഇങ്ങനെ എഴുതുമായിരുന്നു, നിങ്ങൾ എന്താ നെഗറ്റീവ് ആയത്? അപ്പൊ പുള്ളി പറഞ്ഞു, ശരിയാണല്ലേ. അപ്പോഴാ പുള്ളി അതിനെ കുറിച്ച് ബോധവാനായിട്ട് പറയുന്നത്, ഇതേ എനിക്കിപ്പോ ഷുഗർ വന്നിട്ട് 25 വർഷമായി. അപ്പൊ എന്റെ ഞരമ്പുകളൊക്കെ വളരെ ചുരുങ്ങിപ്പോയി. എനിക്ക് അതിന്റെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട്. എനിക്കിപ്പോ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോ ആ ഒരു മെന്റൽ ഡിസ്ട്രക്ഷൻ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ആരെ കുറിച്ചും നല്ലത് പറയാതിരുന്നത് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ പോസിറ്റീവ് ആകണമെങ്കിൽ നമ്മുടെ ചിന്തകളും ദാറ്റ് ഇസ് എ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ത് നമ്മൾ ചിന്തിക്കുന്നു. യെസ്, നല്ല ഹാപ്പി ആയിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ കണ്ടാലറിയാം. വീട്ടിൽ തല്ലുപിടുത്തപ്പോഴുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്ക് കണ്ടാലറിയാം. യെസ്, അപ്പൊ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. യെസ്, ദാറ്റ് ഇസ് എ മെയിൻ തിങ്. ഓക്കെ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. ബിക്കോസ് യു ആർ ടീച്ചേഴ്സ്. അപ്പൊ അതുകൊണ്ട് എന്നാലും ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് വെറുതെ അതൊന്ന് പറഞ്ഞു പോയി വിചാരിച്ചാൽ മതി കേട്ടാ. ആരതി, റസീന, റസീന കെയാണ്. സാർ ഞാൻ ഇവിടെ ഉണ്ട്. യെസ്, ഓക്കെ ഓക്കെ, ഉണ്ടായാ മതി. ഇടയ്ക്ക് അനക്കൊന്നും കേൾക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പോൾ അനക്കൊന്നും കേൾക്കാതെ ആയതുകൊണ്ട് ഒന്ന് ഡിസ്റ്റർബ്. യെസ്, ജിൻസി. Good morning, sir. Yes, good morning. How are you? Not well, sir. Not well. Yes. So, yes. Okay. May it get soon well. Thank you, Yes. sir. Okay. എന്നാലും വെറുതെ പറയല്ല. ജിൻസിയുടെ ഒരു വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? ജിൻസിയുടെ ഒരു സ്വപ്ന തുല്യമായ ഒരു ജോലിയില്ലേ, അതെന്താ? ഇപ്പോൾ ഉള്ളത് ടീച്ചർ ആകാമെന്നാണ് സ്വപ്ന തുല്യമായ ഒരു ജോലി. Yes, to become a teacher. That is your dream job. അല്ലെ? മറ്റൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും അതൊന്നുമല്ല. To become a teacher. That is your dream job. Okay. Very good. വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ചോദിക്കുന്നില്ല. ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ഓക്കെ, സബിത ബി. Good morning, sir. Yes, good morning, സബിത. അപ്പോ ജിൻസിയുടെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ to become a teacher. Sabida, what is your dream job? ഡ്രീം ജോബ് ഇപ്പൊ ഞാൻ എൻട്രി ചെയ്തേക്കുന്ന ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു ജോബ് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സ്കൂളിൽ കയറാൻ നോക്കണം. അത് തന്നെയാണ് സ്പെസിഫിക് ഇതേ അങ്ങനെയൊന്നുമില്ല അല്ലേ?
ഡ്രീം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ജോലി, അതാണ് മനസ്സിലുള്ളത് അല്ലേ? ഞാന് PG കഴിഞ്ഞ് ഒരു അക്കൗണ്ടിങ് ഫീൽഡ് തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ അതിലോട്ട് വേക്കൻസി വന്നപ്പോ കേറി. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പൊ അക്കൗണ്ടിങ് ജോലിയാണ് സബിതയുടെ മനസ്സിൽ കിടക്കുന്നത് PG കഴിഞ്ഞതുകൊണ്ട് അല്ലേ? അതെ. വെരി ഗുഡ് വെരി ഗുഡ്. അത് മനസ്സിലാക്കി. പഠിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, I can understand. Okay, Sangeeta, very good, very good. Vidya. Yes, sir. Vidya, what is your dream job? Sir, ഇപ്പോൾ എനിക്ക് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം ജോബ്. Yes. അപ്പോൾ മുമ്പ് എന്തായിരുന്നു? സർ, ഞാൻ അക്കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞതായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ജോബ് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് എവിടെയാന്ന് വെച്ചാൽ ഞാൻ പഞ്ചാബിൽ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു ഞാൻ. ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിൽ ആയതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ടു ബിക്കം എ ടീച്ചർ അല്ലേ? തൊട്ടടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഇല്ലേ? ഉണ്ട് സർ. അവിടെയൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചോണ്ട, പരീക്ഷ തീരാൻ വേണ്ടി നിൽക്കണ്ട. നമ്മുടെ MT12 പകുതി പേർക്ക് ജോലി റെഡിയായി. ലാസ്റ്റ് ആയപ്പോ അതിൻ്റെ അകത്ത് ഒരു കുട്ടി പറയുന്നു, സാറേ അപേക്ഷ ചിന്തി പറ്റി നമ്മൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു സബിതയുണ്ട്. ആ സബിത പറഞ്ഞു, ഇന്ന കുട്ടി ഇന്ന സ്ഥലത്ത് ടീച്ചറായിട്ട് ട്രെയിനിങ്ങിന് പോയിക്കുന്നു, ഇന്ന കുട്ടി പോയിക്കുക, ഇന്ന കുട്ടി പോയിക്കില്ല, ഓരോ കുട്ടികളെയും കുറിച്ച് പറയുന്നു. ലാസ്റ്റ്, സാറേ അടുത്ത ബുധനാഴ്ച മുതൽ ഞാനും ഉണ്ടാവില്ല, ഞാനും സ്കൂളിൽ കയറിയാണ്. യെസ്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ലക്കിയസ്റ്റ് ബാച്ച് 12th ബാച്ചിലെ കുട്ടികൾ മിക്കവരും പകുതി വെച്ചിട്ട് ഓരോ സ്ഥലത്ത് പാക്കായി പോയി. പിന്നെ അവര് റെക്കോർഡ് ക്ലാസ് നോക്കിയിട്ട് പരീക്ഷ ചെയ്യും. അത് വേറെ കാര്യം. പക്ഷെ അവര് ചെല്ലുന്ന സ്ഥാപനത്തിൽ അവർക്ക് കുഴപ്പമില്ല. യെസ്, അത് നിങ്ങൾ പാസ്സായിട്ട് റെഡിയായിട്ട് വന്നാൽ മതി, നിങ്ങൾ തിരക്കിയ ജോലിക്ക് എന്ന് പറയുകയാണ്. യെസ്. അപ്പൊ അതൊന്ന് പറഞ്ഞു വെച്ചോ കേട്ടോ വിദ്യ. അപ്പോ അത് ഗുണം ചെയ്യും. അല്ലാണ്ട് തീരാൻ വേണ്ടി കാത്തിരിക്കരുത്. ചിലപ്പോൾ ഒരു ഇഞ്ചിക്ക് ചിലപ്പോൾ വാങ്ങിപ്പോ അവിടെ ഒരു ചാൻസ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചോളൂ, ഞാൻ ഇങ്ങനെ ഉണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ആവും, ചാൻസ് വന്നാൽ അറിയിക്കണം, മൈ CV കൊടുത്തിട്ടേക്കാം, ഫോൺ നമ്പർ കൊടുത്തിട്ടേക്കാം. യെസ്. അപ്പൊ ഒരു വിളിച്ചു. ഓക്കെ വിദ്യ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐഷ. യെസ്, പറയൂ ഐഷ, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? ടീച്ചിങ് തന്നെ സാർ. പക്ഷെ ഞാൻ പഠിച്ചത് വേറെയാണ്. ഇപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അത് തന്നെ ഇഷ്ടപ്പെടുന്നത്. ടീച്ചിങ് തന്നെയാണ്. പക്ഷെ പഠിച്ചത് ഈ ഖുർആനാണ്, ഹോളി ഖുർആനാണ് പഠിച്ചത്. അതില് ഞാനൊരു അക്കാഡമിയിൽ കുറച്ച് നാൾ ചെയ്യുന്നുണ്ടായിരുന്നു, ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് കുഞ്ഞിനൊരു 1.5 വയസ്സൊക്കെ ആയപ്പോ പിന്നെ ഞാൻ അത് നിർത്തിയിട്ട് പിന്നെ മോളെ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ കൊള്ളാന്ന് തോന്നി, അങ്ങനെ ഇതാക്കിയതാ. ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ബേബീസിന്റെ കൂടെ നിൽക്കാനായിട്ട് തോന്നൽ വന്നത് അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തോന്നൽ വന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഓക്കെ ഐഷ, കുഴപ്പമില്ല. ആരതീയം. സാർ, എന്റെ ഡ്രീം ജോബ് എന്ന് പറയാൻ മാത്രം ഒരു ലക്ഷ്യമൊന്നും എനിക്കിപ്പില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറാന്നുള്ളൂ ലക്ഷ്യമുള്ള. ഏണിങ് മണിയും ഇല്ല. നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറി പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ വിദ്യയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആരതിയോടും പറയുന്നത്, അത് കഴിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നത്. യെസ്, നമ്മള് ചെന്നിട്ട് പറയാം, ഞാനിങ്ങനെ പഠിക്കുന്നുണ്ട്, എന്റെ കോഴ്സ് ഇന്ന സമയത്ത് കഴിയും. വിദ്യയുടെ അടുത്തുള്ള സ്കൂളുകളിൽ ഒരു നല്ല ഭംഗിയായിട്ട് ഒരു CV, ഒരു ബയോഡാറ്റ ടൈപ്പ് ചെയ്യും. എന്നിട്ട് അതിന്റെ DTP എടുക്കുക. എന്നിട്ട് അതിന്റെ 2-3 പ്രിന്റ് എടുക്കുക. ആ പ്രിന്റുമായിട്ട് നേരെ ചെന്ന് പ്രിൻസിപ്പൾ ചെല്ലണമൊക്കെ ആ ടീച്ചറിൻ്റെതായ ലുക്കിലാണ് ചെല്ലുന്നത്. നല്ല സ്റ്റൈലായിട്ട് ആ ഡ്രസ് കോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഏതാണോ ആരതിയുടെ ബോഡി ലാംഗ്വേജിനെ പറ്റിയ ഡ്രസ്, ആ ഡ്രസ് ചെല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കാര്യം പറയുന്നത്, ഞാൻ ഇന്ന സ്ഥലത്ത് പഠിക്കുകയാണ്, ഇന്ന സമയം വരെ കോഴ്സ് കഴിയും, പഠിപ്പിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. യെസ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതാണ് എന്റെ CV, ഇതിവിടെ വെച്ചിട്ട് എന്റെ ഫോൺ നമ്പർ അതിനകത്തുണ്ട്. ഇൻ കേസ് ഓഫ് എമർജൻസി വിളിച്ചാൽ മതി. പിന്നെ സാറിനോട് പറയാം. അപ്പൊ അവരുടെ മനസ്സിൽ
ആരതിയെ കുറിച്ച് പിക്ചർ യെസ്. നിങ്ങൾ ഓരോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ ഉത്തരം പറയുകയും നിങ്ങൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. യെസ്. പക്ഷെ എന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ട്. ഇന്നതായിരിക്കും, ഇന്ന ക്യാരക്ടർ ഇന്നായിരിക്കും. ഞാൻ എന്റെ മനസ്സിൽ എന്ന് പറയുന്നത് പോലെയാണ് ആരതിയെ കുറിച്ച് അവർക്കൊരു പിക്ചർ കിട്ടും. അപ്പൊ അവര് ചിലപ്പോൾ ആലോചിക്കുക, അന്ന് ഇങ്ങനെ ഒരു കുട്ടി വന്നിരുന്നല്ലോ. അതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം. ഞാൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് എന്നോട് വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയി. അപ്പൊ വേറെ ഏതോ ഒരു സ്ഥാപനത്തിലൊരാള് വന്നിട്ട് ഇവിടുത്തെ സാറിനോട് ചോദിച്ചു, നമുക്ക് പറ്റിയ ഒരു ഇംഗ്ലീഷിന് പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സാർ പറഞ്ഞു ഒരാളുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ പേര് പറഞ്ഞു. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു പറ്റുന്നത്, അപ്പൊ ആരതി ഉദ്ദേശിക്കുന്ന സ്കൂളിൽ കിട്ടിയില്ലെങ്കിലും അവർക്ക് പരിചയമുള്ള വേറെ സ്കൂളിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. യെസ്. അപ്പൊ അതുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ചിട്ട് മുന്നേറും ധൈര്യമായിട്ട്. യെസ്. അപ്പൊ അതുകൊണ്ട് വിദ്യാഭാരതിയും ഒരു കാര്യം ചെയ്യുക, നാളെ തന്നെ പോയിട്ട് ഒരു CV റെഡിയാക്കുന്നു. പേര്, അഡ്രസ്, ഫോൺ നമ്പർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ടാലന്റ്, ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കാൻ പറ്റുക, അതൊക്കെ എഴുതുകയാണ്. ഐ ആം റെഡി ടു ടീച്ച്. കാരണം ആ സ്കൂളിൽ ചിലപ്പോൾ അതിന് പറ്റിയൊരാളേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ 2-3 കൊല്ലം ഏതൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് പറയുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഐ ക്യാൻ ഹാൻഡിൽ ഹിന്ദി, ഐ ക്യാൻ ഹാൻഡിൽ ഈസിലി, അങ്ങനെ ഒരു സംഗതി അങ്ങോട്ട് പറയുന്നു. അപ്പൊ അവര് തോന്നുന്നു കുഴപ്പമില്ല. അപ്പൊ ഒരു ഈക്വൽ ചാൻസ് രണ്ടുപേരും വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് വിദ്യ എടുക്കാം, അതാണെങ്കിൽ ഹിന്ദി പരിഗണിക്കാമല്ലോ. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ചെയ്യും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളാണ് ഒരു സ്ഥാപനത്തിന്റെ ഓണറെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പല ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും ഏത് വേണം എന്നുള്ളത്. ഇത് തന്നെയാണ് അവര് ചെയ്യുന്നത്. അപ്പോ ഇത് മറക്കണ്ട. നാളെ തന്നെ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങുന്നു, CV തയ്യാറാക്കുന്നു, എല്ലാവർക്കും കൊടുക്കും. അപ്പോ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ CV ഒക്കെ ഫോർമാറ്റ് കിട്ടും. 2-3 നോക്കുക, നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞ് എഴുതി ഉണ്ടാക്കുക, ദെൻ അങ്ങോട്ട് കൊടുക്കുക. ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കാതിരിക്കുക, മെയിൽ ID ഒക്കെ ഇല്ലെങ്കിൽ അതൊക്കെ വയ്ക്കുക. ഓക്കെ. അപ്പോ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി കഴിയുമ്പോൾ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. സാറേ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞാൽ മതി. യെസ്. എനിക്ക് ഇപ്പോഴും വളരെ സന്തോഷം തോന്നുന്ന കേസ് പറയേണ്ടതില്ല, എന്തായാലും ഞാൻ ഇപ്പൊ പറയുന്നു. നമ്മുടെ MT പഠിച്ചൊരു കുട്ടി, MT1 ഫസ്റ്റ് ബാച്ച് ഉണ്ടായിരുന്ന കുട്ടി, അത് എല്ലാ ബുധനാഴ്ചകളിലും എന്നെ വിളിക്കും. 7 എല്ലാ ബുധനാഴ്ചകളിലും. എന്നിട്ട് അത് ടീച്ചറാണുള്ളത്. അത് എന്നോട് പറഞ്ഞു വെക്കുന്നത്, സാറേ എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അറിയാതെ പറ്റില്ല, എന്നാലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ 1 മണിക്കൂർ അത് ഇംഗ്ലീഷിൽ ആ ഒരാഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ ആയിക്കോട്ടെ. എന്നിട്ട് പറയും, സാറേ ഞാൻ പറഞ്ഞത് എവിടേക്കാണ് മിസ്റ്റേക്ക്, ഇത് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ തുടരുന്നു. യെസ്. അപ്പൊ ആ ആഴ്ച അതൊന്ന് എഴുതി വെച്ചിട്ടല്ല പറയണത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയൊന്നും വെക്കണ്ട, അപ്പൊ തോന്നണ പോലെ പറഞ്ഞോളൂ. അപ്പൊ അത് ഇങ്ങനെ ഒരാഴ്ച നടന്ന സംഭവം പറയും. പിന്നെ അവരുടെ സ്കൂളിൽ വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. കുട്ടികൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതി കുട്ടികളുടെ മാതാപിതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വന്നു. അപ്പോ അവ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ടീച്ചർമാർ ഇംഗ്ലീഷിൽ സംസാരിക്കണില്ല. അപ്പൊ എന്ത് ചെയ്തു, അവര് വേറൊരു ടെക്നിക്ക് ചെയ്തു. എല്ലാ ടീച്ചർക്കും എല്ലാ ദിവസവും ഓരോ ടോപ്പിക് കൊടുക്കും, എല്ലാ ദിവസവും കൊടുക്കും. എന്നിട്ട് 3:30 ആകുമ്പോ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീച്ചർമാരും HMന്റെ മുറിയിൽ വരണം. HMന്റെ മുറിയിൽ വന്നിട്ട് ഓരോ ടീച്ചർമാരും അവർക്ക് തലേ ദിവസം കൊടുത്തേക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് 5 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കണം. എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവരെടുത്ത തീരുമാനം ആദ്യം ടീച്ചർമാർ സംസാരിക്കട്ടെ. അതാണ് ആ മാനേജ്മെന്റ് എടുത്ത തീരുമാനം. ഓക്കെ. ഇത് അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞാണ്, സാറേ ചിലപ്പോൾ വിളിക്കും, നാളെ തന്നേക്കുന്ന വിഷയം ഇന്നതാണ്ട 1-2 പോയിന്റുകൾ പറയും. അപ്പൊ അത് പക്ഷെ നല്ല പ്രായമൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു 45 വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടിയാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ല ആ ഡിറ്റർമിനേഷനെ ഞാൻ സംബന്ധിച്ചു. യെസ്. പല ആൾക്കാർക്കും പാതി വഴിയിൽ വെച്ചും അത് വേണ്ടതുള്ളൂ. പക്ഷെ അത് ഇതുവരെ അത് വേണ്ടതില്ല. അത് നിങ്ങൾ അങ്ങനെയായിരിക്കണം, അതിന്റെ പുറകെ പോകണം മെനക്കെട്ട്. അപ്പോ കുറച്ചാൾ കഴിയുമ്പോൾ വിചാരിക്കുന്ന
ദൈവം തന്നെ വിചാരിക്കും കുറെ നാളായാലും ആരതി കുറെ കൂടി വരുന്നത്, ഐക്യത്തി കുറെ കൂടി വരുന്നത്, അവളുടെ കാര്യം ഒന്ന് പരിഗണിക്കുക എന്ന് പുള്ളിക്കും തോന്നുന്നു. യെസ്, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പകുതിയിലോട്ട് നിങ്ങൾ എത്തുക. ഓക്കെ, യെസ്. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞു. ഡിറ്റർമിനേഷൻ വേണം, നിശ്ചയദാർഢ്യം വേണം. ഞാൻ എത്തിയിരിക്കും. അപ്പൊ എനിക്കിപ്പോ ഒരു അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമില്ലെന്ന് ആദ്യം പറഞ്ഞു. ലക്ഷ്യം വെച്ചാൽ പൊക്കോ ആരതി, നമുക്ക് അവിടെ എത്താം. ഓക്കെ, ആർസു, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്? My dream job is to be a successful teacher. Teacher in abroad. Okay. Yes, yes. Yes. Okay, okay. നമ്മുടെ MD-30 പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഇന്ന് പരിചയമുള്ളതാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് പഠിക്കുകയാണ്, ഞാൻ ഭർത്താവ് വിദേശത്താണ്, അപ്പൊ ഞാൻ അവിടെ ഒരു സാധനം റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും പോകും എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. യെസ്, എന്ന് പറയുന്നത് പോലെ ഒരുപാട് സാധ്യതകൾ അവിടെ ഉള്ളതല്ലേ. യെസ്, ഇതിൻ്റെ അത് സ്പെഷ്യലൈസേഷൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് സാധ്യതകൾ. നമുക്ക് ബിക്കം എ ടീച്ചർ. അപ്പോൾ ടീച്ചർ ആവുക എന്നുള്ളതാണ് ആർസുവിന്റെ ആഗ്രഹം. ഇപ്പൊ ഐഷ പറഞ്ഞു ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചെന്ന് പറഞ്ഞു. ആർസുവിന് ടു ബിക്കം എ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഐഡിയ എപ്പോഴാണ് കയറിയത്? എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പഠിക്കാൻ വന്ന സമയമായപ്പം ഓരോരോ സിറ്റുവേഷൻ വന്നത് ആ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പം അങ്ങനെ ഡിലേ ആയിപ്പോയി. ഇപ്പൊ ഒരു സാഹചര്യം കിട്ടിയപ്പം ഇങ്ങനെ കേറിയതാ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ചിലപ്പോ നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറിനെ കാണുമ്പോൾ ആ ടീച്ചറിനുള്ള ഇന്റിമസി കൊണ്ട് നമുക്ക് തോന്നും ടു ബിക്കം എ ടീച്ചർ. യെസ്, ടീച്ചർ ആവുന്നത് നമുക്ക് തോന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇനി ഓക്കെ, നർമിത. Yes, sir. What is your dream job, Nandita? I want to get a government job. Yes, very good. ഇപ്പൊ പ്രായപരിധി കൂടിയുണ്ട്. അതെ സർ, ഞാനിപ്പോ ഇതല്ല, ഇത് കൂടാതെ PSC ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് നൈറ്റ് ക്ലാസ് ഉണ്ട് 1 hour. അപ്പൊ നെക്സ്റ്റ് ഇപ്പോ ഒരു 6 months കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട്, കമ്പനി ബോർഡ് LGS. പിന്നെ 2 എക്സാമിന് അതുപോലെ കൊടുത്തിട്ടുണ്ട്, അതെപ്പോന്ന് അറിയത്തില്ല. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്നിച്ച് ഇതും കൂടി കൊണ്ടുപോകുന്നേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, നല്ല കാര്യമാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. അത് അങ്ങനെയൊക്കെ പോണം. യെസ്, അപ്പോ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തില് കിട്ടും. യെസ്, ഓക്കെ. ഇപ്പൊ പിന്നെ ഏജ് കൂട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പൊ ഏജ് കൂട്ടിയിട്ടുണ്ടല്ലോ എക്സാം എഴുതാനുള്ള. ഓക്കെ ഓക്കെ ഓക്കെ, 40 വയസ്സാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഒരു 3 വർഷം കൂടി കിട്ടും. അപ്പൊ ഇപ്പൊ 43 വരെ നമുക്ക് പറ്റും. ഏജ് 40 43 ആവും. യെസ്, റിസർവേഷൻ ഉള്ളവർക്കട്ടോ. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 40 തന്നെ. യെസ്, അപ്പൊ ടു ബിക്കം എ ഗവൺമെന്റ് എംപ്ലോയി. യെസ്, ഞാനൊരു കാര്യം പറയാം. LGS ഒക്കെ പിടിച്ചോ, അത് കുഴപ്പമില്ല. 2027 അടുത്ത LD ക്ലർക്ക് വരും. അതും മെനക്കെട്ടിരുന്ന് പഠിച്ചു, അത് സാധ്യത ഉള്ളതാണ്. ഒരുപാട് പാവപ്പെട്ടവന്റെ IAS എന്ന് പറയുന്നത് LD ക്ലർക്ക് പരീക്ഷ. അത് മെനക്കെട്ടിരുന്ന് പഠിച്ചോ, കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ ഒരുപാട് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്റർവ്യൂ ഇല്ല, അപ്പൊ തന്നെ ആ ഒരു പ്രശ്നം സോൾവ്. ഇന്റർവ്യൂ ഇല്ല. 2, ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവന് അടുത്ത ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഈ 14 ജില്ലയിലേക്കും ഒറ്റ സമയമാണ് അപേക്ഷ വിളിക്കുക. അപ്പൊ ഒരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്ന ആൾക്ക് അടുത്ത ജില്ലയിലേക്ക് പറ്റില്ല. അപ്പൊ ഇപ്പൊ കമ്പനി ബോർഡൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അത് ഈ 14 ജില്ലയിലുള്ളവർ അപേക്ഷിക്കുകയാണ്. അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടി, മറ്റേതാകുമ്പോൾ ആപ്ലിക്കൻസ് കുറച്ച് കുറയും. യെസ്, ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ്, ഇതിൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ ആദ്യം വരുന്ന കുറെ റാങ്കുകാരില്ലേ, അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ വേറെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഈ ജോലി വേണ്ടി വരില്ല. യെസ്, അവര് ചിലപ്പോൾ നമ്മൾ അവരുടെ അഡ്രസ്സ് തേടി പിടിച്ച് കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് വേറെ ഓൾറെഡി റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുത്താൽ അടുത്തത് അതിൻ്റെ അടിയിലുള്ള ആൾ പരിഹരിക്കും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ അതിൻ്റെ അകത്തുണ്ട്. യെസ്, അതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ 60 വയസ്സ് വരെ സുഖമായിട്ട് നമുക്ക് നമ്മൾ വേണ്ടാന്ന് പറയില്ല, നാളെ തുടങ്ങി വരണ്ടാന്ന് പറയില്ല, നമുക്ക് സുഖമായിട്ട് ജോലി ചെയ്യും. ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. 365 ദിവസത്തില് 52 ഞായറാഴ്ചയും വരും, 52 ഞായറാഴ്ച നമുക്ക് അവധി കിട്ടും. യെസ്, അപ്പൊ തന്നെ 365 - 52. ഓക്കെ,
12 സെക്കൻഡ് സാറ്റർഡേ കിട്ടും. അപ്പൊ വീണ്ടും ഒരു 12 മൈനസ് ചെയ്യാം. പിന്നെ ഓഗസ്റ്റ് 15, ജനുവരി 26, ഓണം, ഇതൊക്കെ കൂടി ഒരു വർഷം എങ്ങനെ വന്നാലും 10 ദിവസം കൂട്ടും. 13 കിട്ടും. ക്രിസ്തുമസ്, ബക്രീദ്, അപ്പൊ 10 ദിവസം കിട്ടും. അപ്പൊ വീണ്ടും ഒരു 10 ദിവസം കൂടി നമുക്ക് അവധി. യെസ്, ഇത് കൂടാതെ 20 ദിവസം ശമ്പളത്തോടു കൂടി അവധി നമുക്ക് ഒരു വർഷം എടുക്കാം. അത് ജനുവരി ടു ഡിസംബർ 20 ദിവസം എടുക്കാം. പക്ഷെ 20 ക്യാഷ്വൽ ലീവ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ അങ്ങനെ എടുക്കാണ്ട് 20 ലീവ് ഉണ്ട്. ആ 20 എണ്ണം ആ ഒരു വർഷം എടുത്തോളണം. ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷത്തേക്ക് ഇത് ക്യാരി ഓവർ ചെയ്യില്ല. അതൊക്കെ കിട്ടും. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം പകുതി ശമ്പളത്തോടു കൂടിയ 20 ദിവസത്തെ ലീവ് എടുക്കും. 20 ദിവസത്തിൽ പകുതി ശമ്പളം. യെസ്, അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ശമ്പളത്തോടു കൂടി 10 ദിവസമാക്കി മാറ്റാം. അല്ലെങ്കിൽ പകുതി ശമ്പളത്തോടു കൂടി 20 ദിവസം എടുക്കാം. അപ്പൊ നമുക്ക് ലീവാണ് വേണ്ടതെങ്കിൽ, അവധിയാണ് വേണ്ടതെങ്കിൽ പകുതി ശമ്പളം വെച്ച് 20 ദിവസം എടുക്കാം. ഫുൾ ശമ്പളം വേണമെന്നുണ്ടെങ്കിൽ ആ 20 എന്നുള്ളത് 10 നമുക്ക് മാറ്റാം. അങ്ങനെ എടുക്കാം. അത് നമ്മൾ എടുത്തില്ല എങ്കിലും അത് അവിടെ കിടന്നോളും. യെസ്, അത് അവിടെ കിടന്നോളും. അടുത്ത കൊല്ലം 20 അവിടെ കിടന്നോളും. അങ്ങനെ 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 ഒരു 300 400 ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്താൽ മതി. അത്രയും നാൾ ഒരു ആ സാധനം അവിടെ കിടന്ന് നിങ്ങൾക്ക് ഒന്ന് 2 മാസം ഒന്ന് വിദേശത്തേക്ക് പോകണം. ഈ ലീവ് എടുത്തിട്ട് അവിടെ പോയിട്ട് വന്നാൽ മതി. അപ്പൊ അതിനൊരു സാധ്യത. അതൊന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 11 ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ലീവ് വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വീണോണ്ടിരിക്കും. 11 ദിവസത്തേക്ക് ഒന്ന്. അപ്പൊ 365 ദിവസം ജോലി ചെയ്യുമ്പോൾ ഏതാണ്ട് 33, ചിലപ്പോൾ 32 ലീവ് ഒരു വർഷം കിട്ടും. ഇത് ഫുൾ ശമ്പളത്തോടു കൂടിയ ലീവാണ്. അങ്ങനെ ഒരു വർഷം കിട്ടുന്ന ഈ 33 ലീവും നമ്മൾ ആ വർഷം എടുക്കണമെന്നില്ല. അത് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കാം. പിറ്റേ വർഷവും അങ്ങനെ സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിച്ചിട്ട് 400 ലീവ് നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ 400 300 സംശയമുണ്ട്. 300 ലീവ് ഉണ്ടെങ്കിൽ അത് അങ്ങാട് കൊടുത്താൽ ആ 300 ദിവസത്തെ ശമ്പളം നിങ്ങൾ തന്നെ സംഭവിക്കും. അപ്പൊ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, നിങ്ങൾ കയറുമ്പോൾ വാങ്ങുന്ന ശമ്പളമല്ല തന്നെ, നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങളുടെ ശമ്പളം ആ ശമ്പളമാണ് തരുന്നത്. ഇനി അതല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്കവരും ചെയ്യും, ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോൾ പിള്ളേരുടെ സ്കൂൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് 15 ലീവ് അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ സാലറി മേടിക്കും. ചില ആൾക്കാർ 30 ലീവും കൊടുത്തിട്ട് അതിന്റെ ഒരു മാസം സാലറി മേടിക്കും. അങ്ങനെയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ എല്ലാ വർഷവും ഈ 30 ലീവ് അങ്ങോട്ട് കൊടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ഒരു മാസം സാലറി മേടിക്കും. അപ്പൊ ലീവ് പോകും. അതല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഇടാം, സൗകര്യം പോലെ ഉപയോഗിക്കാം. എന്തെങ്കിലും രോഗം വന്നാൽ, ആവശ്യം വന്നാൽ അത് ഒരുപാട് സാധ്യതകളുണ്ട്. ജോലിക്ക് നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ നർമ്മിതയും സബിതയും ചെയ്തതുപോലെ അടുത്ത എൽഡികൾക്ക് വരുമ്പോ ഒന്ന് പിടിച്ചു നോക്കിക്കോളൂ. ആരതി പറയാൻ പറ്റൂല. വിദ്യ ഒന്ന് ശ്രമിച്ചോ. ചിലപ്പോ ഒരു എൽഡികൾക്ക് വന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലി അതെ. ഓക്കാപ്പുറത്ത് പറഞ്ഞ സിനിമയില് ഒരു പണിയില്ലാണ്ടിരിക്കുന്ന മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു. യെസ്, ഓക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പറയുന്ന ആ സംഗതിയാണ്, ഒരു പണിയില്ലാണ്ടിരിക്കേണ്ട പുള്ളി. എന്നിട്ടാണ് പറഞ്ഞത് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു. അപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്. യെസ്, അപ്പൊ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടുകൊള്ളും. യെസ്, ഞാനിത് ഇടക്കിടക്ക് നിങ്ങൾ പറയുമ്പോഴേ കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ ഉള്ളിൽ അതിനോട് ചെറിയൊരു താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ചിലപ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റിമറിക്കും. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമല്ലേ ലൈഫ് തന്നെ നമ്മൾ ചിലപ്പോൾ കളർഫുള്ളാണ്. യെസ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞങ്ങള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പിന്നീട് PSC മെമ്പറായി. അപ്പൊ അദ്ദേഹം PSC മെമ്പറായി കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ പോയി കണ്ടു. സാറേ, അന്ന് 10, 22, 23 വയസ്സൊക്കെ ഉള്ള സമയം. ഇപ്പൊ സാറിന് ഞാൻ പല സമയത്തും ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാനൊക്കെ അപ്പൊ ഞങ്ങൾ ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പൊ സാറെ ഒരു ജോലി വേണം എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ആദ്യം ടെസ്റ്റ് പാസ്സാവുക, ഇന്റർവ്യൂവിൽ ഫുൾ മാർക്ക് കിട്ടും. പഠിക്കണ്ട, ഇന്റർവ്യൂവിൽ ഫുൾ മാർക്ക് കിട്ടും, ആദ്യം ടെസ്റ്റ് പാസ്സാവുക പറഞ്ഞൊരു വാചകമാണ്.
അദ്ദേഹം മരിച്ചുപോയി. സാറ് മരിച്ചു, PSC മെമ്പർ ആയിരുന്നു, പിന്നെ മരിച്ചുപോയി. യെസ്. അപ്പോ വേറെ എന്തൊരു കാര്യം ഞാൻ പറയാമോ? യെസ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഇങ്ങനെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 10,000 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. പക്ഷെ 3,000 കുട്ടികളെയും പുള്ളി പേര് പറഞ്ഞു വിളിക്കും. അതാണ് ഏറ്റവും വലിയ പുള്ളിയുടെ ടാലന്റ്. പുള്ളി MA ഇക്കണോമിക്സ് ആണെന്ന്, ഫസ്റ്റ് റാങ്ക് ആണ് കേരള യൂണിവേഴ്സിറ്റി. ഭയങ്കര ബുദ്ധിമാനാണ്. യെസ്. അപ്പോ 3,000 കുട്ടികളെ പുള്ളി നിരത്തി നിർത്തിയ പേര് പറഞ്ഞു വിളിക്കും. അങ്ങനെ ആർക്കും പറ്റില്ല. നമ്മൾ എടോ എന്ന് വിളിക്കും, പക്ഷെ പുള്ളി പേര് പറഞ്ഞു വിളിക്കും. അത് ചില ആള്, പുള്ളിക്ക് അങ്ങനെ പേര് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പുള്ളി ഒരു കുട്ടി അവിടെ നിന്ന് ഒച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞിട്ടേ വിളിക്കുള്ളൂ, അല്ലാതെ താനിങ്ങോട്ട് വന്നേ വിളിക്കില്ല. ഇതാണ് ടാലന്റ്. യെസ്. ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ ബുദ്ധി, അതെ. അപ്പൊ ഈ സാറിന്റെ പ്രത്യേകത, സാർ ഇതുപോലെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഫ്രീ ആയ ക്ലാസ്സിലേക്ക് വരും. വന്നിട്ട് സാറിങ്ങനെ സാറിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയും. അപ്പൊ അത് കേട്ട് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഒരു മൂടാവും, പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു മൂടാവും. 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആവും. എന്നാലും വീണ്ടും അപ്പൊ ഞാൻ ഇടക്കിടക്ക് സാറ് വരാനോട് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, സാറിന് ക്ലാസ്സിലോട്ട് കയറി കുറച്ച് സംസാരിച്ചിരുന്നെങ്കിലും. യെസ്. അപ്പൊ ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലും നമ്മളിപ്പോ 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്, ഒരാളുടെ മനസ്സിലെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ഞാൻ യഥാർത്ഥനാണ്. യെസ്. ഓക്കെ. ഞാൻ എന്റെ ഇത് പറയുന്നു, 4 അപ്പോയിന്റ്മെന്റ് ഓർഡർ ഗവൺമെന്റ് സർവീസിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4. ഞാനത് കിട്ടിയത് മെനക്കെട്ടിയത് പഠിച്ചിട്ടാണ്. അപ്പോ അതിന് ഒരെണ്ണത്തിൽ ഞാൻ ജോയിൻ ചെയ്തു, ബാക്കി 3 ഞാനിങ്ങനെ വീട്ടില് ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാലില്ല, പുറകിൽ വേറെ വരും. ഒരു ചാൻസ് അങ്ങനെ കയറി കഴിഞ്ഞാൽ ചിലപ്പോ ആരതി പഠിപ്പിക്കുന്ന സ്കൂളില്, അവിടെ പഠിപ്പിക്കുന്ന സ്കൂളില് നന്നായിട്ട് പഠിപ്പിക്കലെ കണ്ടു കഴിഞ്ഞപ്പോ അവിടെ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് വേറെ സ്കൂളിൽ അടുത്ത ഓഫർ വരും ചിലപ്പോ. അതെ, ഇവിടുത്തെ ജോലി ആയി വെച്ചിട്ട് ഞങ്ങളോട് ചേരാം, ഞങ്ങൾ ഇവിടെ തരുന്നതിനേക്കാൾ ഇത്ര കൂടുതലാണ് പറ്റുമോ? എവിടത്തേക്കാണ് വരുന്നത് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം ആരറിയാനാണ്, പക്ഷെ അത് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യും. ആരും അത് പക്ഷെ ആരൊക്കെയോ അത് കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. നിങ്ങൾ ചില ആളുകൾ ശ്രദ്ധിച്ചു, ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ പക്ക ക്ലീൻ ആയിരിക്കും. നിങ്ങളുടെ തന്നെ മക്കൾ തന്നെ നോക്കിക്കോ. നിങ്ങൾക്ക് 2-3 പിള്ളേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പിള്ളേരുണ്ടെങ്കിൽ രണ്ട് മോഡലായിരിക്കും. ചില കാര്യങ്ങളിൽ മൂത്തവരെ ഏൽപ്പിച്ചാൽ പക്കയിരിക്കും, അത് അവരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തവളെ അവളുടെ സാധനങ്ങൾ പക്ക ക്ലീനാക്കി വൃത്തിയാക്കി സൂക്ഷിച്ച് കൃത്യമാക്കി വെക്കും. അതൊക്കെ വേറെ ആരെയും തൊടിയിക്കില്ല. അവളുടെ വശങ്ങളൊക്കെ ക്ലീൻ ആണ്. പഠിക്കേണ്ട നേരമാകുമ്പോൾ അവളോട് പറയേണ്ട കാര്യമില്ല, അവൾ എഴുന്നേറ്റോളൂ, അവൾ പഠിച്ചോളൂ. യെസ്. മറ്റു നമുക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവമില്ലേ? യെസ്, കറക്റ്റ് ആണത്. അതുപോലെയല്ല പറയുന്നത്, നിങ്ങൾ ഏൽപ്പിക്കുന്ന ചെറിയ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് 100% സത്യമുള്ളതായി. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവരെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടൊന്ന് ആദ്യം ഒന്നും അറിയിപ്പിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഏൽപ്പിക്കുന്ന ഈ ആള് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നീട് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ ഞങ്ങള് താങ്കളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഒബ്സർവേഷനിൽ താങ്കൾ താനെ പറ്റും അല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഓരോരുത്തരും നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ യെസ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പോവുക. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി അതിനെ കുറിച്ചൊക്കെ അല്ലേ അരതി? അരതി ഉണ്ടായില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല സാർ, ഞാൻ ഉണ്ടായിരുന്നില്ല. യെസ്. ഓക്കെ. അപ്പൊ അന്ന് നമ്മൾ ലാസ്റ്റ് നിർത്തിയത് കമ്പാരിറ്റീവ് ഡിഗ്രി തന്നിട്ട് അല്ലെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയോട്ട് മാറ്റുന്ന കേസാണ് പറഞ്ഞത് അല്ലേ വിദ്യ? യെസ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ അന്നില്ലാത്തത് കൊണ്ടിട്ട് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയണം. നമ്മൾ വെറുപ്പിന് 3 കാലങ്ങൾ പറയും, പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങളുണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അങ്ങനെ 3 ഡിഗ്രീസ് ഉണ്ടാവും. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. എളുപ്പമുള്ളത്, കൂടുതൽ എളുപ്പമുള്ളത്, ഏറ്റവും കൂടുതൽ. അങ്ങനെ പോകുന്നതാണ് അതിന്റെ അർത്ഥം കേട്ടോ.
അപ്പൊ അതിന്റെ അകത്ത് സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ടാവും. ബെസ്റ്റ്, ഗുഡ് നല്ലത്, ബെറ്റർ കുറച്ചുകൂടി നല്ലത്, ബെസ്റ്റ് ഏറ്റവും നല്ലത്. ആ ബെസ്റ്റിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു നല്ലത് കൊടുക്കാൻ പറ്റില്ല, അതുവരെ ഉള്ളൂ. കാരണം അതാണ് സൂപ്പർലേറ്റീവ്. നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഒരു ഡാൻസ് കോമ്പറ്റീഷന് മാർക്കിടുന്ന കേസൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ബെസ്റ്റ് എപ്പോഴും കൊടുക്കുമ്പോൾ ഇനി ബെസ്റ്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ ബെറ്റർ വരെ കൊടുത്തു നിർത്താവും. ബെസ്റ്റ് നമ്മൾ ലാസ്റ്റ് തീരുമാനിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. യെസ്, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പോസിറ്റീവ് ഡിഗ്രി തന്നതിന് ശേഷം അതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് നമ്മൾ മാറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിഗ്രി ആയിട്ടൊരു വാചകം തന്നിട്ട് അതിനെ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടൊരു വാചകം തന്നിട്ട് അതിനെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ വിദ്യ, ലാസ്റ്റ് എഴുതിയ വാചകം ഒന്ന് വായിക്കാമോ? Calcutta is larger than all the other cities in India. Yes, Calcutta is larger than all other cities in India. അത് നമ്മൾ കമ്പാരിറ്റീവോട് മാറ്റിയപ്പോ എന്ത് ചെയ്യും? സോറി, ആദ്യം എഴുതിയത് കൽക്കട്ട ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നായിരുന്നു. അതിനെ മാറ്റിയിട്ട് കൽക്കട്ട ഈസ് ലാർജർ ദാൻ ആൾ ദ അതർ സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് എഴുതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ അടുത്തൊരു വാചകം പറയാൻ എഴുതിക്കോ. ഹരി is the tallest boy, T-A-L-L-E-S-T, tallest boy in the class. Hari is the tallest boy in the class. Okay. അപ്പോൾ ഇവിടെ നോക്കി, ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കമുള്ള, കുറച്ചുകൂടി പൊക്കമുണ്ടെങ്കിൽ ടോളർ, ഏറ്റവും കൂടുതൽ പൊക്കമുണ്ടെങ്കിൽ ടോളസ്റ്റ്. അപ്പൊ ടോൾ, ടോളർ, ടോളസ്റ്റ് ആണ് പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടോളസ്റ്റ് എന്ന് പറയുന്ന പേരാണ് അല്ലെ, ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പൊ നമുക്ക് പറയാം ഇത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, വാചകം കൊണ്ട് പറയാം സൂപ്പർലേറ്റീവ് ഡിഗ്രി. കാരണം ടോൾ എന്നുള്ളതിന്റെ എന്ത് ഉപയോഗിച്ചു? സൂപ്പർലേറ്റീവ് ആയിട്ട് ടോളസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കിതിനെ കമ്പാരിറ്റീവ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ ടോളർ ഉപയോഗിച്ചില്ല, ടോളർ. അപ്പൊ നമുക്ക് പറയാം മറ്റു കുട്ടികളെക്കാൾ പൊക്കമുള്ളത് ഹരിക്കാണ്, അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യണം. നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഉദ്ദേശം പറഞ്ഞത് രണ്ട് സംഗതി വേണം. കമ്പാരിറ്റീവ് ഡിഗ്രി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി, കമ്പാരിസൺ ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആക്കി മാറ്റണം. അപ്പൊ ഏത് വാക്ക് ഉപയോഗിക്കണം? ടോൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണം. ടോൾ ഉപയോഗിക്കാൻ പാടില്ല, ടോൾ. കാരണം ടോൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ് ടോളർ, സൂപ്പർലേറ്റീവ് ടോളസ്റ്റ്. അല്ല ടോൾ ഉപയോഗിച്ചത് ചേഞ്ച് ഇറ്റ് ടു പോസിറ്റീവ് എന്നാണ് അതിന് ചോദ്യം വരും. യെസ്, അപ്പൊ നോക്കിയേ, ഹരി ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഹരിയാണ് ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള വിദ്യാർത്ഥി. യെസ്, അതാണ് വാചകം. അതിനെ നമ്മൾ പോസിറ്റീവിലോട്ട് മാറ്റുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം മറ്റു വിദ്യാർത്ഥികളാരും ഹരിയെ പോലെ പൊക്കമുള്ളവരല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഹരിയാണ് പൊക്കമുള്ളതല്ലേ? മറ്റു വിദ്യാർത്ഥികളാരും ഹരിയെ പോലെ പൊക്കമുള്ളവരല്ല എന്ന് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതെന്തായി? പോസിറ്റീവ് ഡിഗ്രി ആയി. മറ്റു വിദ്യാർത്ഥികളാരും ഹരിയെ പോലെ പൊക്കമുള്ളവരല്ല. അപ്പൊ നമുക്ക് പറയാം നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് ടോൾ ആസ് ഹരി. ഇതാണ് എന്റെ ആൻസർ. നോ അതർ ബോയ്, മറ്റൊരു കുട്ടികളും, ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ മറ്റൊരു കുട്ടികളും, ആസ് ടോൾ ആസ്, ആസ് എന്ന് പറഞ്ഞാൽ പോലെ, ആസ് ടോൾ ആസ് അതുപോലെ പൊക്കമുള്ള, പൊക്കമുള്ള. നോ നമ്മളെയൊക്കെ ആദ്യം വന്നല്ല, മൊത്തം നെഗറ്റീവ്. അതുപോലെ പൊക്കമുള്ളവരല്ല. ഏതുപോലെ? ആസ് ഹരി, ഹരിയെ പോലെ.
ഈ ആസ് എന്ന് പറയുന്ന വേർഡിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ കൊണ്ട് എന്നുള്ള അർത്ഥത്തില് ആസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കും. ആസ് യു ആർ എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ ആയതുകൊണ്ട്. ആസ് യു ആർ എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചർ ആയതുകൊണ്ട്. പിന്നെ ആസിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥമാണ് എന്ന നിലക്ക്. ആസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലക്ക് ഉണ്ടാവും. യു ആർ എ ഫെയിലിയർ, നിങ്ങളൊരു പരാജയമാണ്. ആസ് എ സ്റ്റുഡന്റ്, യു ആർ എ സക്സസ്ഫുൾ, ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങൾ വിജയിച്ചവരാണ്. യെസ്, നമുക്ക് പറയാം. ആസ് എ മാനേജർ, യു ആർ എഫിഷ്യന്റ്, ഒരു മാനേജർ എന്ന നിലക്ക് നിങ്ങൾ എഫിഷ്യന്റ് ആണ്, കാര്യശേഷിയുള്ളവരാണ്. ആസ് എന്ന് പറയുന്ന വേർഡിന് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, എന്ന നിലക്ക് എന്നുള്ള ഉപയോഗിക്കുന്നു, പിന്നെ വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു പോലെ എന്ന പോലെ. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അത് ചെയ്തോട്ടെന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയില്ലേ? അത് നിങ്ങൾ പറയും ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടാ. ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ. ആ പോലെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആസ് ആണ്. ഇനി ഇവിടെ നമ്മൾ സെന്റൻസ് ഒന്ന് നോക്കാം. നോ അതർ ബോയ്, മറ്റൊരു കുട്ടികളും, ഇൻ ദ ക്ലാസ്, ക്ലാസ്സിലെ മറ്റൊരു കുട്ടികളും, ആസ് ടോൾ, പൊക്കമുള്ള പോലെ, ആസ് ഹരി, ഹരിയെ പോലെ പൊക്കമുള്ള പോലെ ആരുമില്ല. യെസ്. അപ്പൊ ഇത് മൊത്തം നെഗറ്റീവ് ആവാൻ കാരണം നമ്മൾ ഈ സെന്റൻസ് ആരംഭിച്ചത് നോ വെച്ചിട്ടാണ്. അപ്പൊ നെഗറ്റീവ് വാചകമാണ്, മൊത്തം എന്തായത്? നെഗറ്റീവ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കും. നോ അതർ ബോയ് ഇൻ ദ ക്ലാസ്. ബോയ് ആണ് സ്റ്റുഡന്റ് ആണ് ഞാൻ പറഞ്ഞത്. ബോയ് ആണ്. ബോയ് ആണ്, ബോയ് ആണ്. അപ്പൊ പോയി ഡൗട്ട്, ഞാനത് മനസ്സിൽ നിർത്തി പറഞ്ഞത്. നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് as tall as Hari. As tall as Hari. ഓക്കെ. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒന്ന് രണ്ട് വാചകം പറയാം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. നമ്മള് പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. ഈ ഒരു സാധനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്യാപ്ഷൻ പോലെ, ഒരു ഗുളിക പോലെ ഓർത്ത് വെച്ചേക്കണം. ഇതാണ് എന്റെ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് പ്രസന്റ് വരുമ്പോൾ ഇപ്പുറത്ത് ബില്ല് വരും, അപ്പുറത്ത് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഇപ്പുറത്ത് വുഡ് വരും, ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഇപ്പുറത്ത് വുഡ് ഹാവ് വരും. അത് ഓർമ്മയുടെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു വാചകത്തെ അതിന്റെ തന്നു കഴിഞ്ഞാൽ അതിനെ കമ്പാരിറ്റീവ് ആക്കാനും സൂപ്പർലേറ്റീവ് പോസിറ്റീവ് ആക്കാനുമുള്ള മെത്തേഡ് ഒരെണ്ണം കാണാതെ പഠിച്ചു വെച്ചാൽ ബാക്കി നിങ്ങൾ അതുപോലെ അങ്ങനെ ചെയ്യിക്കാൻ മതി. യെസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്പാരിറ്റീവ് മാത്രം പറഞ്ഞത്. ഓക്കെ, അടുത്ത വാചകത്തിൽ വർത്തിക്കാൻ. കഴിഞ്ഞ ഭാഷയുടെ അതേ വാചകം തന്നെയുണ്ട്. വർത്തിക്കാൻ ഈസ്. സർ ഒന്നും കൂടി പറയോ? വർത്തിക്കാൻ റോമിന്റെ തലസ്ഥാനമില്ല. വർത്തിക്കാൻ, വർത്തിക്കാൻ ഈസ് വി ക്യാപിറ്റൽ VATICA. വർത്തിക്കാൻ ഈസ് the smallest nation, SMALLEST, smallest nation in the world. യെസ്, അത്രേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? വത്തിക്കാൻ. അപ്പൊ ബ്രാക്കറ്റിൽ ചോദ്യം വരിക, ചേഞ്ച് ഇൻ ടു പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ലോകത്തിലെ മറ്റൊരു രാജ്യവും വത്തിക്കാന്റെ അത്രയും ചെറുതല്ല. ലോകത്തിലെ മറ്റൊരു രാജ്യവും വത്തിക്കാന്റെ അത്രയും ചെറുതല്ല. അപ്പൊ ശരി, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഓക്കെ. അപ്പൊ ആ സ്മോള് വെച്ച് വരാം. സ്മോൾ. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഓക്കെ, സബിതയുടെ കഴിഞ്ഞു, വെരി ഗുഡ്. വിദ്യയുടെ കഴിഞ്ഞു. ഓക്കെ. യെസ്. ഓക്കെ, വെരി ഗുഡ്. സബിത ഒന്ന് വായിച്ചേ. No other nation in the world is as small as Vatican. Very good. No other nation in the world is as small as Vatican. ഒരു സാധനം പഠിച്ചു വെച്ചാൽ പോലെ, ഒരു സാധനം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പോസിറ്റീവ് കമ്പാരിറ്റീവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മറക്കരുത്, ഓരോ വാക്കിന്റെയും പോസിറ്റീവും കമ്പാരിറ്റീവ് സൂപ്പർ, അത് കുറച്ചൊന്ന് പഠിച്ചു വെക്കണം. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ടോൾ, ടോളർ, ടോളസ്റ്റ്, beautiful, more beautiful, most beautiful, difficult, more difficult, most difficult, അങ്ങനെ ഒന്ന് കുറച്ചുകൂടി പഠിച്ചു നോക്കണം. അപ്പൊ കഴിഞ്ഞ ആഴ്ച ആരതി ഉണ്ടായില്ല, അപ്പൊ അതുകൊണ്ട് ആരതിയോട് ചോദിക്കുകയാണ്. ഈ ആരതി, ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ആരതിയുടെ നാവ് ആരതിയുടെ മുകൾ ഭാഗത്ത്, മുകളില് എത്ര പ്രാവശ്യം മുട്ടുന്നുണ്ട്? രണ്ട് പ്രാവശ്യം സർ. രണ്ട് പ്രാവശ്യം. രണ്ടോ രണ്ടിൽ കൂടുതലോ പ്രാവശ്യം മുട്ടുന്ന അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഓറും മോസ്റ്റും വെച്ചിട്ടുള്ളതായിരിക്കും. ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. കേട്ടോ, ഇതൊരു 99% ഒക്കെയോ. ചില എക്സെപ്ഷണൽ കേസുകൾ മാത്രം നോക്കിയിരുന്നവർ. യെസ്, അത് ഓക്കെ. അടുത്തത് Shakespeare is the greatest, GREATEST, greatest dramatist, DRAMATIST, dramatist in English, E capital in English. Okay, okay. ഷേക്സ്പിയർ ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ നാടകകൃത്താണ്. യെസ്, അപ്പൊ എന്താ പറയുക, ഇംഗ്ലീഷിലെ മറ്റൊരു നാടകകൃത്തും ഷേക്സ്പിയറിന്റെ അത്രയും വലുതല്ല. യെസ്, ഞാനിതൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വിട്ടുതരാം. എഴുതി ചേഞ്ച് ഇറ്റ് പോസിറ്റീവ് എന്നാണ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇറ്റ് പോസിറ്റീവ്. ഓക്കെ. യെസ്, വായിച്ചോളൂ ആരതി. No other dramatist is as great as Shakespeare. കയ്യിൽ നിന്ന് പോയല്ലോ, ഒന്നുകൂടി വായിച്ച്. No other dramatist as great as Shakespeare. ഗ്രേറ്റ് വന്ന എന്താണ്? ഗ്രേറ്റസ്റ്റ് ആണ്. ഗ്രേറ്റ് ആണ് പോസിറ്റീവ്. അപ്പൊ ഗ്രേറ്റ് വെച്ച് വരുന്നത്. പിന്നെ ആസ് വന്നിട്ടില്ലല്ലോ. വന്നു സർ, ഗ്രേറ്റ് ആസ് ഷേക്സ്പിയർ എന്നാ പറഞ്ഞു. നേരത്തെ ആസ് ഉണ്ടായിരുന്നു, പറഞ്ഞതിന് ആസ് ഉണ്ടായിരുന്നു, ഞാനത് കേട്ടില്ല. യെസ്, ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി വായിച്ചു ഐശ്വര്യമായിട്ട് അത് ഫിനിഷ് ചെയ്യും. No other dramatist is as great as Shakespeare. അപ്പൊ രണ്ടാമത്തേല് ഗ്രേറ്റ് കഴിഞ്ഞിട്ട് ആസ് വന്നിട്ടില്ല. ആസ് ഗ്രേറ്റ് ആസ് ഷേക്സ്പിയർ, കേട്ടോ. ഓക്കെ. നോ അതർ ഡ്രാമാറ്റിസ്റ്റ് in English is as great as Shakespeare. Then, അടുത്ത question. Tagore, T-H-E-O-R-E, Tagore is the greatest poet
the greatest poet in Bengali? B capital letter. Tagore is the greatest poet in Bengali. Yes. Bracket ചോദ്യം എഴുതിക്കോ. Change into positive. Change into positive. Okay, Savita. Okay, Vidya. Okay, Vidya, why cholo? No other poet in Bengali is as great as Tagore. Yes. No other poet in Bengali is as great as Tagore. Tagore. Yes. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് fill in the blanks. Fill in the blanks with some, S-O-M-E, some, comma, any, A-L-Y, any, comma, one, O-N-E, one, comma, O-N-E-S, once. Okay. ഇനി ഞാനൊരു വാചകം പറയുന്നതിൽ ഒരു ഡാഷ് ഉണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ സം വെച്ച് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ എനി വെച്ച് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ വൺ വെച്ച് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ വൺസ്. ONES വൺസ് ആണ്. ONCE അല്ല, ONES. ഓക്കെ, ചോദ്യം ഇതാണ്. എഴുതിക്കോ. I want to buy BUI, to buy dash oranges, 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 full stop. At the sentence, have you got dash question mark. Okay, രണ്ട് ഡാഷ് ഉണ്ട്. ഇഷ്ടമുള്ളത് ചോദിച്ചു. ഓ, സബിത ക്വസ്റ്റ്യൻ പറഞ്ഞ കഴിഞ്ഞില്ല, എന്നുള്ളത്. വെരി ഗുഡ് സബിത. യെസ്, ആയിരത്തി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, നർമ്മിത ആദ്യത്തെ വായിച്ചു. I want buy some oranges. ആദ്യത്തെ അത് പറഞ്ഞു സർ. I want to buy some oranges. സം. ഓക്കെ, സം ചേർത്തു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ പറഞ്ഞിട്ട് ആസു അടുത്ത് പറയും. ഹാവ് യു? സർ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയില്ല സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഹാവ് യു ഗോട്ട് ഡാഷ്? Okay, sir. Got. Have you got? Have you got? Have you got
Some jewelry. Yes. അതല്ല. സബിത ഒന്ന് പറഞ്ഞേ. Have you got Have you got some jewelry? അല്ല. Have you got it? ക്വസ്റ്റ്യൻ മാർക്ക്. any Have you got any answer? Any. Very good. Have you got any? Yes. Okay. അപ്പൊ പേടിക്കണ്ട. ഇതുപോലുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. സമയമില്ല, നമുക്ക് കൂടി ഉൾപ്പെടുത്താം. Are there dash new books? Are there dash new books? ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതിന്റെ കൂടെ അടുത്ത വാചകം I have read these these old dash. ഒന്നുകൂടി പറയാം. Are there dash new books? Question mark. Full stop. I have read these old dash. Okay, Nurmida, Sabida. പൂരിപ്പിക്കട്ടെ എല്ലാവരും. ഒരാൾ പൂരിപ്പിച്ചിട്ടോ? റസീനയുടെ കൂടെ കുട്ടികളുടെ പേരിലാണ് ഞാൻ റസീനെ വിളിക്കാതിരുന്നത്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉണ്ടാവൂലേ? ഓക്കെ സബിത, ആയിക്കോ വായിച്ചു. Are there 1 new books? ഓ അല്ല സർ. Are there any Any new books അല്ല സർ. Any new books? Are there any? Okay. Are there any new books? Very good. Then Aisha. Sir. I have read this old one. അതെ. I have read these old ones. Once എഴുതി. സബിത എന്താ എഴുതി? once. ആരതിയോ? 1. വിദ്യയോ? 1. Once ആണ് കറക്റ്റ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 1ഉം കറക്റ്റ് ആവും, 1സും വരുവാണ്. പക്ഷേ ആ വാചകത്തിൽ ഒരു ഉടക്ക് വേട് കിടക്കുന്നുണ്ട്. ദീസ് കേട്ടാ, ഈ പ്രശ്നമാണ്. ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം പ്ലൂറലായിട്ട് ഈ കാണാവുന്ന എല്ലാം ഞാൻ വായിച്ചതാണ്. നേരെ മറിച്ച് അവിടെ ദീസ് എന്ന് പറഞ്ഞൊരു വേട് ഇല്ലാന്ന് വിചാരിക്കും, അപ്പൊ അവിടെ 1 ശരിയാണ്. ഓക്കെ, അരുതി, യു ഗെറ്റ് ദ പോയിന്റ്. I have read these എന്നുള്ള പകരം ദിസ് ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്ക് 1 പറഞ്ഞാൽ മതി. ദീസ് ആണ് അവിടുത്തെ പ്രശ്നക്കാരനായ വാക്ക്, അപ്പൊ അതുകൊണ്ടാണ് അവിടെ 1s വരാൻ കാരണം. ഓക്കെ, കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടി ചെയ്യാം. യെസ്, വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, യെസ്. Thank you, sir. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. സൈൻ ഔട്ട് ഇല്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്യാം അല്ലേ? ഓക്കെ, സോ വിത്ത് യുവർ പെർമിഷൻ. Thank you, sir. Okay. Thanks. Received with the thanks. Okay, very good.